ഉദ്ധിത, ദൈവമേ, രക്ഷക, സമാധാനമേ. ഇത് ചിന്തിക്കുന്നത് എന്തിനാണ് പള്ളിയിൽ, അമ്പലത്തിൽ, മോസ്കിൽ പോകുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തിനാണ് പെട്രോൾ തീരുമ്പോൾ പെട്രോൾ എന്ന എനർജിയെ സ്വീകരിക്കുവാൻ പെട്രോൾ പമ്പ് പോയിട്ട് പെട്രോൾ അടിക്കുന്നത്? എന്തിനാണ് മൊബൈലിയുടെ റീചാർജ് തീരുമ്പോൾ മൊബൈൽ റീചാർജ് എന്ന, ഉദാഹരണമായി ബി എസ് എൽ എന്ന റീചാർജ് എന്ന ആ എനർജി സ്വീകരിക്കുവാൻ റീചാർജ് ചെയ്യുന്നത്? ആ ഉത്തരം ഇതിലുണ്ട്. ക്രിസ്തു തിരുസഭ എന്ന ആ ശരീരത്തിൽ പീഡ സഹിച്ച് ഉദ്ധിതനായതിൻ്റെ എനർജി സ്വീകരിച്ച് പൂർണ്ണതയിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് ഓരോ വ്യക്തിയും പള്ളിയിൽ പോകുന്നത്. അടുത്ത ചോദ്യം, ഈ രക്ഷ എന്നത് പ്രധാനമായും നിരീശ്വരവാദികൾക്ക് ലഭിക്കുമോ? ലഭിക്കാം. എന്ത് രക്ഷയായിരിക്കും? ആ എനർജി ഗ്രൂപ്പിൽപ്പെട്ട ആ എനർജിയുടെ തരത്തിലുള്ള എനർജി ലൈഫായിരിക്കും ആത്മീയ അവസ്ഥ അവർക്ക് ലഭിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എല്ലാ ദിവസവും പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ട് ഒരു കാരുണ്യമോ ദയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? നേരെ തിരിച്ച് നിരീശ്വരവാദി ആയിട്ടും അവൻ കാരുണ്യവാനും ദയുള്ളവനാണേലും ദൈവത്തിന് പോലും ആ വ്യക്തിയെ ഒത്തിരി ഇഷ്ടമാണ്. ഒരു വ്യക്തിക്ക് മാങ്ങ തിന്നാൻ ഒത്തിരി ഇഷ്ടമാണ്. കുറച്ച് കിട്ടി, എന്നാൽ കൊടുക്കില്ല, പിടിവാശമെല്ലാം കൊടുക്കില്ല. അവൻ എന്തിരുന്ന് കാണണം, അവൻ തിന്നണമെങ്കിൽ എൻ്റെ കാല് വന്ന് നമസ്കരിച്ച് ചോദിച്ചാൽ മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് പറയുക. മറ്റു വ്യക്തികൾക്ക് ഇഷ്ടം പോലെ കൊടുക്കുകയെന്ന്. പക്ഷേ അവൻ മരിച്ചു കഴിയുമ്പോൾ ആ മാങ്ങ കിട്ടാത്ത വ്യക്തി, കുറച്ചെല്ലാം കിട്ടിയ വ്യക്തിക്ക് എന്ത് സംഭവിക്കും? ആ ദൈവത്തിനറിയാം അവന് കിട്ടാത്തതുകൊണ്ടാണ് കഴിക്കാത്തത്. കുറച്ച് കഴിച്ചിട്ടുണ്ട്, അവൻ ആ പിതാവായ ദൈവത്തിലേക്ക് ലയിച്ചു ചേരും. എന്നാൽ കൊടുക്കാത്ത വ്യക്തി കൊണ്ട് അറിഞ്ഞുകൊണ്ട് അവന് ഒരിക്കലും ആ അനുഗ്രഹം കിട്ടത്തില്ല. ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. പിടിവാശിയൊന്നും നമുക്ക് വേണ്ട. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്തുവിന് മാത്രമേ പിതാവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റൂ? അല്ല, ക്രിസ്തുവാണ് പിതാവിലേക്കുള്ള വഴി എന്ന സത്യമാണ്. ക്രിസ്തുവിനെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. 100% സത്യം. എന്നാൽ അറിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു പറഞ്ഞു, ഞാൻ ചെയ്തേക്കാൾ കൂടുതൽ നിങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ഈശോ പറയുന്നുണ്ട്. എല്ലാം അനുഭവിക്കും നിങ്ങൾ, ഞാൻ പീഡ സഹിച്ച് അനുഭവിക്കും. പക്ഷേ വലതുവശത്തോ ഇടതുവശത്തോളം അത് പിതാവായ ദൈവത്തിന് ഇഷ്ടമാണ്. എന്നാൽ ഞാൻ ചെയ്തേക്കാൾ കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് ഈശോ പറഞ്ഞു. അങ്ങനെയെങ്കിൽ അത് പ്രധാനപ്പെട്ടമായി ആ സത്യമാണ് പൗലോസ്ലീഹ തൻ്റെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ അനുഭവിച്ച വേദന കൂടുതൽ സഹിച്ചേറ്റെടുത്തു, സകല വിസ്തന്മാരും. എന്നാൽ ഈശോ പല കാര്യങ്ങളും പറയാനുണ്ടായത്, പക്ഷേ നേരത്തെ തന്നെ ഈശോയെ ക്രൂശിച്ചു. പിതാവിന് ഇഷ്ടമായിരിക്കും, അവസാനം ഉദ്ധിതനായി. സ്നേഹമുള്ളവരെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനം, പലരും അഭിനയിക്കുകയാണ്. ഈ അഭിനയം യഥാർത്ഥത്തിലുള്ള അഭിനയമാണ്.